ആദ്യം വായിക്കും. ശേഷം ഷാഫി പറമ്പിൽ ഒരു തയ്യാറാക്കിയ ഫലകവും 1,00,000 രൂപയുടെ സമ്മാനവും വേടന് സമ്മാനിക്കും. പ്രിയദർശിനി വായനശാല പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടന് സമ്മാനിക്കുന്ന ഈ നിമിഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തിൻ്റെതാണ്. ചരിത്രം ഒരു പ്രഹസനം പോലെ വീണ്ടും ആവർത്തിക്കുന്ന പുതിയ കാലത്ത് പ്രതിരോധത്തിൻ്റെ കടലിരമ്പങ്ങളിൽ തൻ്റെ പാട്ടും പറയലും കവിതയും സംഗീതവും നിറയ്ക്കുന്ന പോരാളിയായൊരു കലാകാരനായി ഞങ്ങൾ വേടനെ കരുതുന്നു. അയാളുടെ പാട്ടിൻ്റെ പൗരാണിക താളം പോർമുഖങ്ങളിലെ ഒരു പോരാളിയുടെ ഗർജനമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് പുതിയ വീണ്ടെടുപ്പിൻ്റെ ഉറങ്ങിപ്പോകാത്തൊരു മിടിപ്പാണ്. മുൻപേ പറന്നകന്ന മഹാമനുഷ്യരുടെ ബലികുടീരങ്ങളിൽ നിന്നും ഉയരുന്ന നിസ്വനം ഞങ്ങൾ വേടൻ്റെ പാട്ടുകളിൽ അറിയുന്നു. ഇക്കാലം ഉറക്കുപാട്ടുകളുടേതല്ലെന്നും ഉണർത്തുപാട്ടുകളുടേതാണെന്നുമുള്ള ബോധ്യങ്ങളുടെ പേമാരി അത് ഞങ്ങളുടെ ശിരസിലേക്ക് കോരിയൊഴിക്കുന്നു. ഈ പുരസ്കാരം ഒരു പോരാളിക്കുള്ള ഞങ്ങളുടെ ഹൃദയാഭിവാദ്യമാണ്. അഭിജാതരുടെ ക്രൗര്യത്തിനും ഉഷ്ണദാഷ്ട്യങ്ങൾക്കും മീതെ നിന്ദിതരായ മനുഷ്യരുടെ സ്വപ്നങ്ങളുടെ ഹൃദയവിസ്ഫോടനമായി വേടൻ്റെ കലയും കവിതയും പാട്ടും പറയലും ഇനിയും പെയ്തു വീഴുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. പശ്ചിമസാഗരത്തെ ഈ മഹാജനസഞ്ചയത്തെ സാക്ഷിയാക്കി പ്രഥമ പ്രിയദർശിനി പുരസ്കാരം സ്വാഭിമാനം സാദരം വേടന് സമർപ്പിക്കുന്നു. TN പ്രതാപൻ, മുൻ MP, പ്രസിഡന്റ്, പ്രിയദർശിനി സ്മാരക സമിതി, സ്നേഹതീരം, തളിക്കുളം. പുരസ്കാരം സമ്മാനിക്കുന്നതിന് വേണ്ടി അഭിമന്യരായ MP ശ്രീ ഷാഫി പറമ്പിലിനെ ക്ഷണിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വേടനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. മഹാവീര്യയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും ബാബാ സാഹിബും മഹാത്മാ ഫൂലെയും തുടങ്ങി ആസാദും വെമുലയും അടക്കം ഉയർത്തിയ ഒന്നുമില്ലാതായി പോയവൻ്റെ എന്നാൽ എല്ലാമുള്ളവൻ്റെ രാഷ്ട്രീയം പറയുന്ന വേടന് കിരൺദാസ് മുരളിക്ക് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം ഷാഫി പറമ്പിൽ MP സമ്മാനിക്കുന്നു. ₹1,00,000 സമ്മാനം വേടന് നൽകുന്നു. ഷാഫി പറമ്പിൽ MP, ശ്രീ TN പ്രതാപൻ, CC മുകുന്ദൻ MLA. പ്രശസ്തി പത്രം സമ്മാനിക്കുന്നു. ഷാഫി പറമ്പിൽ MP, ശ്രീ TN പ്രതാപൻ, CC മുകുന്ദൻ MLA. മണ്ണിനും മണ്ണിൻ്റെ മക്കൾക്കും വേണ്ടി അക്ഷരങ്ങൾ കോർത്ത കാടിനും കാട്ടരുവികൾക്കും കുരുവിക്കും കുന്നിക്കുരുവിനും കാടിൻ്റെ മക്കൾക്കും നരിക്കും നന്ദ്യാറുവട്ടത്തിനും വേണ്ടി വാക്കുകൾ തുന്നിയ കടലിനും കടലിൻ്റെ മക്കൾക്കും തിരകൾക്കും തീരത്തിനും ആഴത്തിനും അലകൾക്കും പട്ടിണിക്കും ചാകരക്കും ചക്രവാളത്തിനും വേണ്ടി പാട്ടൊരുക്കിയ അടിച്ചമർത്തപ്പെട്ടവൻ്റെ അവകാശ പോരാട്ടങ്ങൾക്ക് അക്ഷരവീര്യം പകർന്ന ശബ്ദമില്ലാതായി പോയവരുടെ ഒച്ചയായി മാറിയ പ്രിയപ്പെട്ട വേടൻ നമ്മോട് സംസാരിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. വണക്കം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നീ വേദിയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയാം. ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യൻ്റെ വിളിയാണ്. എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്. മോനെ എവിടെ ഉണ്ട് നീ? ഇന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട്, നീ വായോ എന്ന് പറഞ്ഞിട്ടാണ് പ്രതാപേട്ടൻ എന്നെ വിളിക്കുന്നത്. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്കിതിന് മുന്നേ ഒരു ഡേറ്റ് ഉണ്ടായിരുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഓക്കെ പ്രതാപേട്ടൻ, അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് പ്ലാൻ വെക്കാം, അന്ന് നമുക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മൾ
അത് നമ്മൾ എല്ലാവരുടെ അടുത്തേക്കും പറഞ്ഞ് നമ്മൾ രണ്ടാമതും മാറ്റി വെച്ചു. കാരണം ഭയങ്കര മഴയായിരുന്നു. ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ്. ഇന്ന് മഴയില്ല, ചെറിയ പോക്കുവെയിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇത്രയും സന്തോഷമുള്ളൊരു വേദിയിൽ എനിക്ക് കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു 1 ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ചെയ്തോളും പ്രതാപേട്ടൻ. പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് പറഞ്ഞ് പൊളിക്കാനുണ്ട് ഇവിടെ. ഞാൻ പൊളിച്ചോട്ടെ? അത് നമ്മൾ ഇത്ര വലിയ വേദിയില് ഇന്ന് പ്രിയദർശിനിയുടെ ഭാഗമായിട്ട് അതിന്റെ പുസ്തക പ്രകാശനത്തിന്റെയും ലൈബ്രറിയുടെ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രതാപേട്ട പിറന്നാൾ കൂടിയാണ്. ഞാനിന്ന് കാലത്ത് അറിഞ്ഞത് എൻ്റെ അടുത്തൊക്കെ മറച്ചു വെച്ചു. ഭയങ്കര ദ്രോഹമായി പോയത്. ഇപ്പൊ ഇന്ന് കേട്ടില്ല, ഇല്ല അധികം വയസ്സായിട്ടില്ല, 10-25 വയസ്സായിട്ടുള്ളൂ എന്ന് പറയണപ്പോ. എല്ലാവർക്കും അറിയാം പ്രതാപേട്ടൻ. ഞാനും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, പ്രത്യേകിച്ച് ഈ കടൽ തീരത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ വീടുകളിലും പ്രതാപേട്ടൻ എത്താറുണ്ട്. എല്ലാവർക്കും അറിയുന്ന, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദര്യത്തിന്റെ മൂല്യം അറിയാവുന്ന വലിയ ഒരു വായനക്കാരനായിട്ടാണ് ഞാൻ പ്രതാപേട്ടനെ കണ്ടിട്ടുള്ളത്. ഇനി ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സന്തോഷമുള്ളതാക്കുന്ന ഒരു വേദിയിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇത്രയും ജനങ്ങൾ ഇതിൽ വന്നതിലും നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയം ചെലവാക്കി നിങ്ങൾ വന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ എന്തിറങ്ങണ ഒട്ടുണ്ട് പ്രിയദർശിനി ലൈബ്രറി ഭാവിയിൽ ഇതിലും വലിയ, ഇപ്പൊ പ്രധാനപ്പെട്ട തന്നെ വാക്ക് തന്നിരിക്കുന്നു, അടുത്ത മാസത്തിൽ ഇതൊരു 10,000 പുസ്തകം മാത്രം. നന്ദി. ഞാൻ പറയുന്ന ആളല്ല, പാട്ടുകാരനാണ്. ഞാൻ 2 പാട്ട് പാടിയിട്ട് പൊക്കോളാം. എന്തായാലും കടലിലല്ലേ വന്നിരിക്കുന്നത്. അപ്പോ കടലിനെ നമ്മളതിനേക്കാളൊക്കെ കൂടുതൽ അറിയാവുന്ന ഒരു മനുഷ്യനും കൂടിയാണ് പ്രതാപേട്ടൻ. അറിയാലോ നമുക്ക് എല്ലാവർക്കും. അപ്പൊ ഞാൻ കടലിനെ കുറിച്ച് തന്നെ ഒരു പാട്ട് പാടാം. റെഡിയല്ലേ? മ്യൂസിക് ഒന്നും ഇല്ലട്ടോ, വെറുതെ പാടുന്നുണ്ടോ നമ്മള് മക്കളെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഉപ്പുകാറ്റിൽ മീനു മണക്കും, നടുക്കടലിൽ കൊണ്ടാൽ കാറ്റ് കൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ, കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ. അന്നം തന്നെ മുന്നം ബലവാൻ എവനോ, അവൻ തന്നെ മന്നൻ ഇനി നായകനോ. ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ, കട്ടുമരക്കാരനോ പെരുങ്കടൽക്കാരനോ. താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മക്കൾ ഇങ്ങനത്തെ ഒരു വലിയ വേദിയിൽ വരാൻ പറ്റിയല്ലേ. പിന്നെന്താ, ഒരു പാട്ട് കൂടി വേണോ? ഇനിയിപ്പോ ഏത് പാട്ട് പാടും മക്കളെ? ഏത് പാട്ട് പാടണം? തലപ്പാവിന്റെ പാട്ടോ? അതാ ഈണമില്ലാതെ പാടാൻ പറ്റില്ല. ഞാൻ ആ വരി മാത്രം പറഞ്ഞു കളയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്റെ തലപ്പാവിനെന്ത് തിളക്കം, എന്റെ തലപ്പാവിനെന്ത് തിളക്കം. എല്ലാവർക്കും അറിയാലോ ആരാണ് വില്ലുവണ്ടിയിൽ തലപ്പാവ് വെച്ച് വരുന്നതെന്ന്. അറിയോ ആർക്കെങ്കിലും? ആരാണമ്മ? അയ്യങ്കാളിയാണ്. കുറെ പിള്ളേർക്കൊക്കെ അറിയാത്തവരുണ്ട്. എല്ലാവർക്കും കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ വലിയ വേദിയിൽ പറഞ്ഞുതരാം അയാൾ ആരാണെന്ന്. അപ്പൊ പ്രധാനപ്പെട്ട ഇപ്പൊ എന്താണ് പരിപാടി? ഇനി എന്താ പരിപാടി? ഇനി നമ്മള് കേക്ക് മുറിക്കൽ ചടങ്ങാണ് പരിപാടി. പ്രതാപേട്ടൻ അറിയില്ല കേക്കൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള കാര്യം. ഇത് ഞങ്ങള് പ്രതാപേട്ടൻ പിറന്നാള് മറച്ചു വെച്ച പോലെ തന്നെ കേക്ക് വാങ്ങിയ കാര്യം ഞങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു പ്രതാപേട്ടനോട്. അടുത്ത കേക്ക് മുറിക്കാൻ നമുക്ക് എടുത്തിട്ട് പോവാം മക്കളെ. പ്രതാപേട്ടന്റെ മക്കളായ ഒരുത്തി ഒരുത്തി ഒരുത്തി
കള്ളിക്കാട്ടില് മുള്ളുചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരിക്കള്ള് കണ്ണുകൊണ്ടെന്നെ മയക്കി മയക്കി. എണ്ണക്കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ, ഇത് രണ്ടാം പിറവിയെ. എണ്ണക്കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ, ഇത് രണ്ടാം പിറവിയെ. ആ കുപ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നലു കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ, കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരൽ കൊണ്ടാൽ പാറക്കല്ലും പൊട്ടും. നിന്നെ വാങ്കോക്ക് വരച്ചതോ, മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ, സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ, സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ. ആ താങ്ക് യു താങ്ക് യു താങ്ക് യു. നമുക്ക് പണ്ഡിറ്റ്